കിട്ടാൻ ശ്രമിക്കാം. ശ്രീ ഹമീദ് ചേന്നമംഗലൂർ, അങ്ങ് പറയുകയുണ്ടായി ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടതാണിത്, അതുകൊണ്ട് ഇത് സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന്. പക്ഷേ ശ്രീ ഹമീദ് ചേന്നമംഗലൂർ, പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് നാം മാർഗനിർദ്ദേശക തത്വമായി നടപ്പിൽ വരുത്താതെ മൃതപ്രായമാക്കി നിർത്തിയിരിക്കുന്ന ഏക തത്വമല്ല ഇത്. ഇപ്പോൾ സാർവത്രിക മദ്യനിരോധനം നടപ്പായിട്ടുണ്ടോ സാർ? സാർവത്രിക വിദ്യാഭ്യാസം നടപ്പായിട്ടുണ്ടോ സാർ? എല്ലാവർക്കും ആരോഗ്യ പദ്ധതി നടപ്പായിട്ടുണ്ടോ സാർ? എല്ലാവർക്കും പാർപ്പിടം നടപ്പായിട്ടുണ്ടോ സാർ? ഇതെല്ലാം മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അതിൻ്റെ ഒടുവിൽ എവിടെയെങ്കിലും നമുക്ക് ഈ വലിയ തുല്യനീതിയെ പറ്റി ഇപ്പോൾ ജാഗരൂകരാകുന്ന കേന്ദ്ര ഭരണ സംവിധാനങ്ങളുടെ അടക്കം മനസാക്ഷിക്ക് മുന്നിലുള്ള ശ്രീ എം എ ഷാനവാസിൻ്റെ ലഘുവായൊരു ചോദ്യം കൂടി. ഗുജറാത്തിൽ 2000-ഓളം ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. ധാരാളം പേർ വിധവളാക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ കണ്ണീരിനും ഒരു മറുപടി, അർഹതപ്പെട്ടൊരു പ്രാതിനിധ്യം, ഇതൊന്നും ആരുടെയും പരിഗണനയിൽ വന്നിട്ടില്ല. ഈ പറഞ്ഞ കാര്യം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഇതും നടപ്പാക്കേണ്ടതില്ല എന്ന ന്യായം ഒരു ന്യായമായിട്ട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും നടപ്പാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ്. ഭരണകൂടത്തെ കുറ്റം പറയുന്നതിന് പകരം അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഈ സാർവത്രിക വിദ്യാഭ്യാസം നടപ്പായിട്ടില്ല, സാർവത്രിക മദ്യനിരോധനം നടപ്പായിട്ടില്ല എന്നൊക്കെ പറയാം. അതുകൊണ്ട് ഇതും വേണ്ട എന്ന് വെക്കേണ്ടതുണ്ടോ? ഇതെല്ലാം നടപ്പാക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഈ പൊതു സിവിൽ കോഡ് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പൊതു സിവിൽ കോഡ് നടപ്പാക്കാൻ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് നടപ്പാക്കണമെന്ന് പറയുന്നു. കോടതികൾ പലപ്പോഴും മറ്റു കാര്യങ്ങളിലും കോടതികൾ ഇടപെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ 68 വർഷമായിട്ട് രാജ്യം ഭരിച്ചു പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതാണ്ട് 56-57 കൊല്ലം നമ്മുടെ രാജ്യം ഭരിച്ചത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സുകാർ നടപ്പാക്കിയിട്ടില്ല. ഈ പറയുന്ന നേരത്തെ ഈ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന പൊതു സിവിൽ കോഡല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും നടപ്പാക്കാനൊന്നും അവർ മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ അത് അവരുടെ വീഴ്ചയാണ്. അതും നടപ്പാക്കണം ഇതും നടപ്പാക്കണം എന്നാണ് എന്നെപ്പോലുള്ളവർ പറയുന്നത്. അങ്ങനെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയത് ഏത് തരത്തിലാണ് ഗുജറാത്തിൽ, അതായത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇവരുടെയൊക്കെ സംരക്ഷണം എത്രമാത്രം ഏറ്റെടുക്കുമെന്ന് സംശയാസ്പദമാകുന്ന സാഹചര്യമാണ്. അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലെത്തി നിൽക്കെ ഈ പറയുന്ന ലോ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഏത് രൂപത്തിൽ പോകുമെന്ന് സംബന്ധിച്ച് ശ്രീ എം എ ഷാനവാസ് അടക്കം ചൂണ്ടിക്കാട്ടുന്ന ചോദ്യങ്ങൾ. ഗുജറാത്തിൽ ഇനി സ്ത്രീ എന്നുള്ള പരിഗണന മാറ്റിവെക്കുക, മുസ്ലിം സമൂഹം പുനരധിവസിപ്പിക്കപ്പെട്ടോ? അതൊരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമല്ലേ സാർ? 56 കൊല്ലത്തെ കാര്യം പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തം. ഏതാണ്ട് 1.5 പതിറ്റാണ്ട് മുഖ്യമന്ത്രിയായിരുന്നില്ലേ ഗുജറാത്തിൽ നരേന്ദ്രമോദി? ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയുണ്ടായോ? ഒരു വികാരം പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെന്നതാണ് അദ്ദേഹത്തെ പറ്റി ഏറ്റവും കൂടുതൽ ഉയർന്ന വിമർശനം ഗോത്രയ്ക്ക് ശേഷം. ഞാൻ അതിലേക്ക് പോവല്ല. ഈ മുസ്ലിം പുനരധിവാസം നടന്നിട്ടുണ്ടോ? അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തപ്പെട്ടിട്ടുണ്ടോ? കുട്ടികളുടെ അവർക്കാവശ്യമായ മനുഷ്യാവകാശ സംരക്ഷണം ലഭിക്കപ്പെട്ടിട്ടുണ്ടോ? അവർക്കാവശ്യമായ തരത്തിലുള്ള ഈ പറയുന്ന നഷ്ടപരിഹാരം നൽകപ്പെട്ടിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. മാത്രവുമല്ല, നരേന്ദ്രമോദി പറഞ്ഞ എന്തായിരുന്നു? അവിടെ ഈ പെറ്റുകൂട്ടുകയാണ് ഈ വിഭാഗമെന്ന്. ഞാൻ നരേന്ദ്രമോദിയെയോ BJPയോ ന്യായീകരിക്കുന്നില്ല, അങ്ങനെ ന്യായീകരിക്കുന്ന ആളുമല്ല. നരേന്ദ്രമോദി ഗുജറാത്ത് ഭരിച്ചു, അവിടെ കലാപങ്ങളുണ്ടായി, 2000-ലധികം പേർ കൊല്ലപ്പെട്ടു, പുനരധിവാസം നടന്നിട്ടില്ല, വേണ്ടത്ര ജാഗരൂകത ഇത്തരം കാര്യങ്ങളിലൊന്നും പുലർത്തിയിട്ടില്ല എന്ന വിമർശനമൊക്കെ ശരിയാണ്. ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണല്ലോ വ്യത്യസ്ത ഭാഗങ്ങളിൽ വർഗീയ കലാപങ്ങളുണ്ടായത്. നെല്ലിയിൽ എത്ര പേര് കൊല്ലപ്പെട്ടു? 1961 ജബൽപൂർ കലാപം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വർഗീയ കലാപങ്ങളിൽ ഏറെയും കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണ്. നാട് ഭരിച്ചത് കോൺഗ്രസ്സാണ്, ഷാനവാസിൻ്റെ പാർട്ടിയായിരുന്നു. എന്തു ചെയ്തു ആ പാർട്ടി? ഈ വർഗീയ കലാപങ്ങൾ തടയാൻ അവർക്ക് കഴിഞ്ഞോ? വർഗീയ കലാപങ്ങൾക്ക് ഇരയായ മുസ്ലിങ്ങളെ പുനരധിവസിപ്പിച്ചോ? അവരെ ചെയ്തിട്ടില്ല, ഒരു ഭരണകൂടവും ചെയ്തിട്ടില്ല. അപ്പോൾ BJP മാത്രമല്ല കോൺഗ്രസും ഇക്കാര്യത്തിൽ കുറ്റവാളികൾ തന്നെയാണ്. ഇവിടെ നമ്മുടെ പ്രശ്നം മറ്റൊന്നുകൂടിയുണ്ട്. ഇതിപ്പോൾ പറയുന്നത് ഗൂഢാലോചനയാണ് എന്നാണല്ലോ. മുത്തലാഖ് എന്ന വിഷയം മുന്നിൽ വെച്ച് ഏകീകൃത സിവിൽ നിയമത്തിലേക്ക് പോവുക എന്നതാണ് BJPയുടെ ലക്ഷ്യം എന്നിവർ പറയുന്നു. അവരുടെ ലക്ഷ്യം ഒരു പക്ഷേ അതായിരിക്കാം. എൻ്റെ തിരിച്ചുള്ള ചോദ്യം ഇതാണ്: ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ബി ജെ പിക്കാർ കൊണ്ടുവന്ന ഒരു ആശയമാണോ?
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1948 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഈ ചർച്ച നടന്നപ്പോൾ അതിനുവേണ്ടി വാദിച്ചവരിൽ ഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ ഒരു പക്ഷേ കോമൺ സിവിൽ കോഡിന് വേണ്ടി വാദിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. പക്ഷേ അക്കാലത്തൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഒരു ചോദ്യം ഞാൻ ഷാനവാസിനോട് തിരിച്ചു ചോദിക്കട്ടെ. ഈ മുത്തലാഖ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ട്രിപ്പിൾ തലാഖാണ്. ഈ ട്രിപ്പിൾ തലാഖ് രണ്ട് വിധത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന്, രണ്ട് കൂട്ടരും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബങ്ങൾ പരസ്പരം സമ്മതിച്ച് പുരുഷൻ ഒരു കടലാസിൽ എഴുതി കൊടുക്കുന്നു, ഞാൻ എൻ്റെ ഭാര്യയെ 3 തലാഖും ചൊല്ലിയിരിക്കുന്നു, 2 പേർ ഒപ്പിടുന്നു. അത് 2 കൂട്ടരും അനുവദിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അല്ലാതെ ചെയ്യുന്നു. ഷാനവാസിനെ പോലുള്ള ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹത്തിന് പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ നിന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവ് SMS വഴി ഐ ഡിവോഴ്സ് യു എന്ന് എഴുതി അയച്ചാൽ എന്തായിരിക്കും ഷാനവാസിന്റെ വീണ്ടും ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ രമേശ് ഷാനവാസ്, ഒന്നാമത്തെ കാര്യം, ഈ വർഗീയ കലാപങ്ങൾ അതിലൂടെ അനാഥരാക്കപ്പെടുന്ന ഇനിയും കണ്ണീർ വറ്റിയിട്ടില്ലാത്ത മുസ്ലിം സ്ത്രീ സമൂഹം, പിന്നെ മുസ്ലിങ്ങൾ പൊതുവിൽ, അത് BJP മാത്രം ഉണ്ടാക്കിയ സൃഷ്ടികളല്ല എന്ന് ശ്രീ ഹമീദ് ചേന്നമംഗലൂർ പറയുന്നു. ചുരുക്കം വാക്കുകളിൽ മറുപടി അതിനാദ്യം. അല്ല, ഹമീദ് ചേന്നമംഗലൂർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറയാം. അദ്ദേഹം എപ്പോഴും മുസ്ലിം സമുദായത്തിലെ ഒരു റിബലായി സമുദായത്തിന്റെ മൊത്തം താല്പര്യങ്ങൾക്ക് എതിരായിട്ട് എപ്പോഴും സംസാരിക്കുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തെ ഇടിച്ചു താഴ്ത്തുകയല്ല, അദ്ദേഹം ഒരുപാട് പണ്ഡിതനുമാണ്. പക്ഷേ ഇതിന്റെ അകത്ത് കോൺഗ്രസ് ആണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് ഒരു 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 ഏകപക്ഷീയമായ അഭിപ്രായമാണ്. അതവിടെ നിൽക്കട്ടെ. വേണു ഇതിന്റെ അകത്ത് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് KT ജലീലിന്റെ അഭിപ്രായമാണ്. ഇത് തന്നെയാണ് ജലീലെ വെങ്കയ്യ നായിഡു എന്ന് പറഞ്ഞത്, ഇത് തന്നെയാണ് അമിത്ഷാ പറഞ്ഞത്, ഇത് തന്നെയാണ് മോഹൻ ഭഗവത് പറഞ്ഞത്. പക്ഷെ ശ്രീ മടവൂരിനെ ശ്രീ ജലീൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. മടവൂരിന് ഒരു അഭിപ്രായം ഇന്നലത്തെ പത്രത്തിൽ കണ്ടു. എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തോട് എനിക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. മുസ്ലിം സമുദായത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. ഷാനവാസി ജലീലിനെ കുറ്റപ്പെടുത്തും പോലെ മടവൂരിനെ കുറ്റപ്പെടുത്തിയാൽ അടുത്ത പ്രാവശ്യത്തെ കാര്യം പോക്കായിരിക്കും. അതുകൊണ്ടാണ് അതല്ലേ നേരത്തെ നേരൊക്കെ പറയാത്തത്. ഇത്ര ചീപ്പാകല്ലേ അതങ്ങ് കൈ വെച്ചാൽ മതി. അല്ല, അതല്ലേ സത്യം. എന്തിനാ നമ്മളിങ്ങനെ മറച്ചു അതൊന്നും അല്ലല്ലോ. നമ്മൾ ഗൗരവത്തിൽ ഒരു വിഷയം പറയുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിങ്ങൾ പൊളിറ്റിക്സ് പറയരുത്. ഞാൻ പൊളിറ്റിക്സ് അല്ല, ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിന്റെ. അങ്ങനെയെങ്കിൽ ശ്രീ ചേന്നമംഗലൂരിന്റെ ഏറ്റവും കാതലായ ചോദ്യം, അങ്ങേക്കൊരു പെൺകുട്ടി ഉണ്ട് എങ്കിൽ, അവരുടെ ഭർത്താവ് ഗൾഫിലാണ് എങ്കിൽ, ഒരു SMS സന്ദേശം മുത്തലാഖ് അങ്ങ് എങ്ങനെ സ്വീകരിക്കും അതിനെ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്റെ കുടുംബത്തില് വലിയ കുടുംബമാണ്. എൻ്റെ വാപ്പയുടെ കുടുംബം, എൻ്റെ ഉമ്മയുടെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കളുടെ കുടുംബം, എൻ്റെ സഹോദരങ്ങളുടെ കുടുംബം. 1 or 2 ഡൈവോഴ്സ് ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നീട് അവർ യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലും എൻ്റെ അറിവിലും ഹമീദ് ചേന്നമംഗലൂർ പറയുകയോ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരി സുഹ്റ അവരുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദിക്കുന്നില്ല, പറയുകയോ ചെയ്ത മാതിരിയുള്ള ഒരു സംഭവവും ഉണ്ടായില്ല. അങ്ങ് ഒരു കാര്യം കൂടി, മലബാർ കേന്ദ്രീകരിച്ച് അങ്ങ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ കുറച്ചു കാലമായി. ഇപ്പോ ശ്രീമതി VP സുഹ്റ ഒരു നുണപ്രചാരണം നടത്തുകയാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട്? അങ്ങ് നിരാകരിക്കുകയുണ്ടായി, ഇങ്ങനെ ഈ മുത്തലാഖ് ചൊല്ലുന്ന സംഭവങ്ങളെ കേരളത്തിൽ ഇല്ല, രാജ്യത്ത് തന്നെ ഇല്ല എന്ന് ശ്രീമതി VP സുഹ്റ പറയുന്നു. ഇല്ല വേണു, VP സുഹ്റ എന്റെ സഹോദരി അവർ എക്സാജറേറ്റ് ചെയ്യുകയാണ്. ഈ എക്സാജറേഷൻ വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ പല കണക്കുകളും പല മതങ്ങളുടെ കണക്കുകളും എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും പറയേണ്ട വേദിയല്ല ഇതെന്ന് എനിക്കറിയാം. ഈ എക്സാജറേഷൻ വേണ്ട. ഇസ്ലാം ജലീൽ പറഞ്ഞതുപോലെ, ഞാൻ ആദ്യം ചർച്ചയിൽ പറഞ്ഞതുപോലെ, പ്രവാചകൻ പറഞ്ഞു ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലാഖ്, മുത്തലാഖല്ല, തലാഖാണ് എന്ന് വിശ്വസിക്കുന്നത്. അതെ, നമുക്കത് ആവർത്തിക്കേണ്ട, അത് താങ്കൾ ഭംഗിയായി പറയുകയും ചെയ്തു. ഞാൻ അതിവേഗം ഒരു ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഏകാഭിപ്രായം ഉണ്ടായിട്ട് പോരെ ഏകീകൃത സിവിൽ കോഡ്. ഇടവേളയ്ക്ക് ശേഷം